പോയിട്ട് കുറെ നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ നഷ്ടത്തിലും കുറെ സന്തോഷം കണ്ടെത്താൻ കുറെ പേരുടെ ജീവിതം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിലൊരാൾ അങ്ങനെ ഒരു ജീവിതമാണ് ചേട്ടന്റെ ജീവിതം അത് കാണിക്കുന്നത്. അത് കഷ്ടപ്പെട്ടാൽ കൺസ്കോഡ് കിട്ടും. അതെ. അല്ലെങ്കിൽ നമ്മള് ഏതെങ്കിലും ചരിത്രത്തിൽ ഒരു ഏടായിട്ട് മാറും. കഷ്ടപ്പെടാൻ നമുക്ക് ഇങ്ങനെ പറ്റും. നമ്മുടെ അല്ലെ അത് കഷ്ടപ്പെടാതെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടില്ല. ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ ജോജുവിന്റെ കാര്യങ്ങൾ പലതും ജോജു പറഞ്ഞു. ഇങ്ങനെ 10-20 വർഷം നടന്ന കാര്യം ഇപ്പോൾ ജോജുവിന്റെ ഒരു യാത്രയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് മാറി. അപ്പോൾ കമൽ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ പുള്ളി ഇവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയതുകൊണ്ടാണ് ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ സിസ്റ്റവും അതനുസരിച്ച് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവുള്ള സിസ്റ്റം ഉണ്ടാകും. ഇവിടെ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, മൊത്തം ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും നൂലാമാലകളും പ്രശ്നങ്ങളും നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മളിപ്പോൾ വിജിലൻസ് പൊക്കുന്നു, അവിടെ പൊക്കുന്നു എത്രയോ പേരെ നമ്മൾ കാണുന്നു. ലക്ഷക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ച് നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർ തന്നെ നമ്മൾ പലയിടത്തും വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇഷ്ടപ്പെട്ടത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നടക്കും. ചിലർക്ക് അതിന്റെ ഭാഗ്യം ദൈവം കൊടുക്കും. ചിലർക്കത് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വിജയം ഒരിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ സെൻബോട്ട് ഓടുന്ന 10 സെക്കൻഡ് താഴെയുള്ള സമയം നമ്മൾ കാണുന്നു. അദ്ദേഹം എടുക്കുന്ന പ്രയത്നം ആണ് അദ്ദേഹത്തെ ലോക ചാമ്പ്യനാക്കുന്നത്. കാരണം ഏറ്റവും ചുരുങ്ങിയ വാക്കിലേക്ക് പറയുന്നത് കൃഷിയിലൂടെ ശരിക്കും പറഞ്ഞ ഒരു ജീവിതം നിലനിർത്താൻ പറ്റും, ഒരു കുടുംബം പോറ്റാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അതെ. അതിനിടയ്ക്കും ഈ പറഞ്ഞ പോലെ പുതിയൊരാള് വരുമ്പം അവരനുഭവിക്കേണ്ടതായ രീതി എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ചെറിയൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ ബുദ്ധിമുട്ട് എന്തൊക്കെ തരത്തിൽ വരുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിപ്പോ അരുൺ വൈകി കാണിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീനിയേട്ടൻ പണ്ട് വൃത്തിക്ക് വരവേൽപ്പിൽ കാണിച്ചിട്ടുണ്ട്, വെള്ളാനാളുടെ നാട്ടിൽ കാണിച്ചിട്ടുണ്ട്, ദാക്ഷാണി ബിസ്ക്കറ്റ്, വെള്ളാനാളുടെ നാട്, മിഥുനും മറ്റേ വരവേൽപ്പും, വെള്ളാനാളുടെ നാടും, വരവേൽപ്പ് അല്ലെ, 3 പടങ്ങളും ഇത് തന്നെയാണ്. ശ്രീനിയേട്ടന്റെ സ്ക്രിപ്റ്റുകൾ അതിനകത്ത് കന്നുള്ളത് തന്നെയാണ്. ഇന്നും വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ വന്നതായിട്ട് തോന്നുന്നില്ല. മാറിയാൽ നല്ലത്. അപ്പൊ തന്നെ നമ്മള് നിങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് ഒരു 10-15 കാറിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10 കാറിൽ 2-3 കാറുകള് പ്രായമുള്ളവരാണ് ഓടിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ മക്കൾ എവിടെയാണ്? പലരുടെയും നമുക്ക് പരിചയമുള്ള പല ആൾക്കാരുടെയും മക്കളും അല്ലെന്നുണ്ടെങ്കിൽ അനുബന്ധപ്പെട്ട റിലേറ്റീവ്സ് ഒക്കെ കുറെ പേര് ജർമ്മനി, കുറെ പേര് UK, ഗൾഫ്. മികച്ച സാമ്പത്തിക വ്യവസ്ഥ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. അതല്ലാതെ നമ്മൾ ഇവിടെയും കുറച്ച് സംരംഭങ്ങൾ തുടങ്ങാൻ ഗവൺമെന്റ് ബാക്കി എല്ലാവരും കുറച്ച് പിടിവാശികളും കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. ഇപ്പം അപ്പൻ റോഡുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ആ ഒരു സ്ഥാനത്ത് നിന്നിട്ട് കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? ഇങ്ങനെ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്തു പോയാൽ രക്ഷപ്പെടും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. എവിടെ ആയാലും ഹാർഡ് വർക്ക് ചെയ്യുക. എന്തിനാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി ഉണ്ടാവും. നമ്മൾ എന്തിനാണ് പോകുന്നത്? അതിനെ എയിം വെച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ എത്തിപ്പെടാൻ പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? അല്ല, കാരണം ഇപ്പൊ എല്ലാവരും ഇപ്പം എഞ്ചിനീയർ ആയാൽ ഇന്ന പോലെ, ഡോക്ടറായ ഇന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ബേസിക്കലി എല്ലാവരും വെളിയിലോട്ട് പോകുന്ന നാട്ടിലെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. ഇപ്പം ഒരു ജോലിക്ക് കയറിയാൽ മാക്സിമം 10-30 രൂപ കഷ്ടിച്ച് കിട്ടും. പക്ഷെ പുറത്ത് പോയാൽ ചിലപ്പം 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം ഫാമിലിയുടെ കാര്യങ്ങൾ തന്നെ മാറും. പക്ഷെ അവരത് തിരിച്ചു വരാറില്ല. അവിടെ തന്നെ സെറ്റിൽ ആവുക, അവിടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളൊരു ലെവലിലേക്കാണ് പോകുന്നത്. അപ്പം ഇനിയുള്ള തലമുറയായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടാവത്തില്ല എന്നൊരു മെസ്സേജ് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ കേരളം ഫേസ് ചെയ്യുന്നത്? കേരളം, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് അവിടെ പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പൊ ഒരു കുട്ടി അവിടെ നേഴ്സാണ്. അവൾ ഇവിടുത്തെ ഒരു കൊള്ളാവുന്ന ഒരു IT-കാരനെ ഒരു കല്യാണം കഴിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ പോയി പെർമനന്റ് വിസയാവും, അവർക്ക് വീടാവും, സിറ്റിസണാവും. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു വീട് മേടിക്കും. പിന്നെ ആ വീട് ലോൺ അടച്ചു തരുന്ന മിനിമം ഒരു 55 വയസ്സാവും. അപ്പോഴേക്കും 3-4 പിള്ളേരൊക്കെ ആവും. അവരുടെ പഠിപ്പീന് പിന്നെ 2 പേരെ പറ്റുമെങ്കിൽ വീട്ടിൽ കൊണ്ട് വല്യമ്മച്ചിലെ വല്യമ്മൻ്റെ കൊണ്ടൊക്കെ ആക്കും. അപ്പോൾ അവർക്ക് ഒരു അവസാനം ആരംഭിക്കും കുട്ടി കൊണ്ട് സ്കൂളിൽ വിടുക. ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു സൈക്കിളിങ്ങാണ് നടക്കുന്നത്. അത് നമുക്കൊരിക്കലും എന്താ പറയുക, നമ്മുടെ ഇതായിപ്പോയി. അത് ആസ്വദിക്കുന്നവരും ഉണ്ടാകും. അല്ലാതെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും പേർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിനുള്ള, അതാണ് പറഞ്ഞ, ആ രീതിയിലേക്ക് നമ്മുടെ മൊത്തത്തിൽ കാര്യങ്ങൾ വളരണം. ആ രീതിയിലേക്കുള്ള വളർച്ചയിലേക്ക് നമ്മുടെ നാട് എത്തണം. അതിനുള്ള യാത്രയിലാണ്.
പക്ഷെ ഞാൻ പറഞ്ഞത് എത്തിയാൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഇവിടെ വിട്ട് പോകണമെന്ന് എന്തായാലും നമുക്ക് നാട് വിട്ടു പോയി, ഇവിടെ ഒന്നും വേണ്ട, ശരിയാവില്ലെന്ന് ഞാൻ ആരും പോകുന്നവരുണ്ടല്ല. അവിടെ ചെന്നാൽ ബെറ്റർ സൗകര്യം, നല്ല സാലറി, നമുക്ക് ഒരാൾ പോയി പണ്ടൊക്കെ കഴിഞ്ഞാൽ ഒരു ഗൾഫിലേക്ക് ഒരാൾ പോകുമ്പോൾ 2-3 പെങ്ങന്മാരുണ്ടാവും, അവരെ കെട്ടിച്ചേക്കണം, അനിയന്മാരെ പഠിപ്പിക്കണം, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളായിട്ടാണ് ഒരൊറ്റ ഒരാളാണ് പോയിട്ടൊരു വീട് രക്ഷിക്കുന്നത്, ഇല്ലേ? അങ്ങനെ ഇന്ന് അങ്ങനല്ല. ഇന്ന് 2 പേരെ ഉള്ളെങ്കിൽ 2 പേരെ വിടുക. ഈ പണ്ടൊക്കെ നമ്മൾ പറയാമല്ലോ, ഒരു ചേട്ടനുണ്ട്, ജോസൂട്ടി എന്തൊക്കെ ഇറങ്ങുന്ന അറിയാം, 3 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു, മറ്റേ ഡ്രൈവറാ, എന്നിട്ട് പോലും അവനിതെല്ലാം ചെയ്തത് നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷെ ഇപ്പം എങ്ങനെ? ഇപ്പം 2 പേരുണ്ടെങ്കിൽ 2 അപ്പനും അമ്മയ്ക്ക് ജോലി ഉണ്ടാവും, എന്നാലും 2 പേരെ പുറത്തോട്ട് വിടും. നമ്മളൊന്നും വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് അന്നൊക്കെ, അല്ലേ, ഓരോരുത്തർ പുറത്ത്. ഇന്നൊക്കെ മാർഗ്ഗം ഉണ്ടെങ്കിൽ എല്ലാവരും പുറത്തു പോയാൽ മതി എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് സത്യം തുറന്നു പറയാം, എനിക്ക് ഇവിടെ നിൽക്കാൻ നല്ല താല്പര്യം. പിന്നെ ഒരിക്കലും പിള്ളേർ അവിടെ പോയി പഠിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ പോയി നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചു, പക്ഷെ അവർ പഠിച്ചതിൻ്റെ ഗുണം കിട്ടേണ്ടത് നമ്മുടെ നാടിന്. അവരിവിടെ വന്ന് നല്ല ഉദ്യോഗം ചെയ്യണം, ആ ഇത് വെച്ചിട്ടല്ലേ. ഈ ഇങ്ങനെയുള്ള നിലവിൽ ഇങ്ങനെ സാധിക്കുമോ? ഒരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊടുത്ത ടിക്കറ്റ് കൊടുത്ത് തന്നെ മുഴുവൻ ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ പിന്നെ ആള് സിനിമ എടുക്കുന്നത് എന്തിനാന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ല, ഒരിക്കലും അത് പ്രാക്ടിക്കലല്ല. ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു സിനിമ ഹിറ്റാക്കുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായതായിട്ട് കേട്ടിട്ടുണ്ടോ? പക്ഷെ ചില കാര്യങ്ങളുണ്ട്, ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ ഞാൻ 95 സിനിമ എടുത്ത ആളാണ്. 95 മുതൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സിനിമയിൽ വന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട്, ചില പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പം ഇപ്പം നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് ഒരു കൺസെപ്റ്റ് കൊടുത്തിരുന്നു. അപ്പം നിങ്ങളൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്കൊരു സതുദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമ എല്ലാവരും കാണണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൊഡ്യൂസേഴ്സിലൂടെ ഞങ്ങൾ 3 പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സജീവ്, ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഈ ചിത്രം എടുക്കുമ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇതൊരിക്കലും ഒരു കൊമേഴ്സ്യലി ചിലപ്പോൾ ഇത് വയബിൾ ആകുമോ എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ ആവില്ല. എന്നാലും ഒരു സതുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊടുത്തിട്ട് അതിൽ ഒരു കുറച്ച് കോംപ്ലിമെൻ്ററി ടിക്കറ്റ്സ് ഞങ്ങൾ ഓൾ കേരള ബേസിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ടിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് സിനിമ കണ്ടു. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. രക്ഷാധികാരി ബൈജുവും ഞാനതിൽ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പോൾ അതിലും ഇതുപോലെ ഇത് കിട്ടിയെങ്കിലും അതിലും വലിയ എനിക്കൊരു ഈ സിനിമയിലൂടെ എനിക്കൊരു സന്തോഷമുണ്ടായി. അതായത് ഞാനൊരു 3-4 തിയേറ്ററുകളിൽ ഈ സിനിമ ആളുകളോടൊപ്പം ഇരുന്ന് ഞാൻ കണ്ടു. പക്ഷെ ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ തിയേറ്ററുകളിലും സിനിമ കഴിയുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചൊരു അനുഭവം ഉണ്ടായി. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഷോ നടത്തി. പൊളിറ്റിക്കൽ ഫിഗേഴ്സും അവിടുത്തെ